വളരെ പ്രായമായ ഒരു മനുഷ്യൻ, മകൻ, മരുമകൾ, 4 വയസ്സുള്ള പേരക്കുട്ടി എന്നിവരുടെ കൂടെ താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന് കണ്ണുകൾ മങ്ങി, കൈകൾ വിറച്ച്, കാലുകൾ തളർന്ന് വളരെ മോശസ്ഥിതിയിലായിരുന്നു. എല്ലാ ദിവസവും രാത്രി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമായിരുന്നു. മുത്തശ്ശൻ്റെ കൈകൾ വിറയ്ക്കുന്നത് കാരണം ഭക്ഷണം കഴിക്കുവാൻ വല്ലാതെ വിഷമിച്ചിരുന്നു. എന്തെടുത്താലും താഴെ വീഴുമായിരുന്നു. പാൽ കുടിക്കുവാനെടുത്താൽ മേശയിൽ വീണ് മേശവിഴി വൃത്തികേടാകും. എല്ലാ ദിവസവും ഇതേപോലെ സംഭവിക്കുന്നത് കണ്ട് മകനും മരുമകൾക്കും ദേഷ്യം തോന്നി. നമ്മൾ ഇതിനൊരു വഴി കാണണം, മകൻ പറഞ്ഞു. എനിക്കും ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നതും ഭക്ഷണം താഴെയിടുന്നതും പാൽ കൊട്ടുന്നതുമൊക്കെ കണ്ടുമടുത്തു. ആ ദമ്പതികൾ ഊണുമുറിയുടെ ഒരറ്റത്ത് ഒരു ചെറിയ മേശയിട്ടു. അന്നു മുതൽ മുത്തശ്ശൻ ആ മേശയിൽ തനിച്ച് ഊണ് കഴിച്ചു. ബാക്കി എല്ലാവരും ഊണുമേശയിലിരുന്ന് ഊണ് കഴിച്ചു. മുത്തശ്ശൻ 1-2 പാത്രങ്ങൾ താഴെയിട്ട് പൊട്ടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മരപ്പാത്രങ്ങളിൽ ഭക്ഷണം കൊടുത്ത് കഴിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ മക്കൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കാണും. എന്നാലും അദ്ദേഹം എന്തെങ്കിലും താഴെയിട്ടാൽ ദമ്പതികൾ വളരെ ക്രൂരമായി ഉപദേശിക്കും. അവരുടെ 4 വയസ്സുള്ള കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണത്തിന് മുൻപ് കുട്ടി കുറച്ച് മരക്കഷണങ്ങൾ വെച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു. മോൻ എന്താ ചെയ്യുന്നത്? മോൻ വളരെ മധുരമായി മറുപടി പറഞ്ഞു. ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മരപാത്രങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൽ ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് കുട്ടി അവൻ്റെ ജോലി തുടർന്നു. കുട്ടിയുടെ നിഷ്കളങ്കമായ ഉത്തരം കേട്ട് അച്ഛനമ്മമാർ ഞെട്ടിപ്പോയി. അവർ ഒന്നും മിണ്ടിയില്ല. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. അവർക്കിപ്പോൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലായി. അന്ന് രാത്രി ഭർത്താവ് മുത്തശ്ശൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ഊണുമേശയിലിരുത്തി. അന്നു മുതൽ മുത്തശ്ശൻ ജീവിതകാലം മുഴുവൻ കുടുംബവുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം പാൽ കൊട്ടിയാലോ, ഭക്ഷണം താഴെയിട്ടാലോ, സ്പൂൺ താഴെ വീണാലോ, മേശവിരി വൃത്തികേടായാലോ ഒന്നും മക്കൾ 2 പേരും ഒന്നും മിണ്ടിയില്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നാം എന്തു വിതയ്ക്കുന്നുവോ അത് കൊയ്യും. അത് സത്യമാണ്. നാം മറ്റുള്ളവർക്ക് എന്തു ചെയ്യുന്നുവോ അത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് എപ്പോഴും നന്മ ചെയ്യുക, നല്ലത് കാണുക, നല്ലവരായിരിക്കുക. പ്രായമായ അച്ഛനമ്മമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. മക്കൾക്ക് നാം ഒരു മാതൃകയായിരിക്കണം.